അവൾ കണ്ണാടിക്ക് മുന്നിൽ ഏറെ നേരം അർദ്ധനഗ്നയായി നിന്നു. പെണ്ണഴകിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടിയിരിക്കുന്നു. ശൂന്യമായ ഇടതുമാറിടത്തിൻ്റെ വിരലുകൾ കൊണ്ട് വെറുതെ പരതി നോക്കി. ഇല്ല, അവിടെ നിർജീവമായിരിക്കുന്നു. ഇനി മുതൽ താനും ഒറ്റമുളിച്ചയാണെന്ന ചിന്ത മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തി. അന്ന് മുതലായിരുന്നു അയാളിലെ മാറ്റവും അവൾ കണ്ടു തുടങ്ങിയത്. എന്നും അയാളുടെ കരവലയങ്ങളിൽ സ്വർഗം കണ്ടെത്തിയവൾ ഇന്നിപ്പോൾ ബെഡിൻ്റെ ഒരറ്റത്തേക്ക് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. മൗനം ആ മുറിയെപ്പോലും മുറിവേൽപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ഞാൻ വിരൂപയായതുകൊണ്ടാണോ എന്നോടിങ്ങനെ? അവളുടെ ചോദ്യം അയാളെ അലോസരപ്പെടുത്തി. മനുഷ്യൻ ഉറങ്ങണം. അയാൾ ഉറക്കം അഭിനയിക്കുകയാണെന്ന് അവൾക്കറിയാം. ശരിക്കും തൻ്റെ ഉടലിനെ മാത്രമാണോ അയാൾ സ്നേഹിച്ചത്? അത്രയേറെ വികൃതമായോ ഞാനും എൻ്റെ മനസ്സും? കിടപ്പറയിൽ അയാൾക്ക് താൻ കൂടുതൽ സുന്ദരിയായ കാലമുണ്ടായിരുന്നു കടന്നുപോയത്. മുടിയും ചുണ്ടും മാറിടവും നാഭിച്ചുഴിയും വടിവത്ത അരക്കെട്ടുമെല്ലാം അയാൾ മങ്ങിയ വെളിച്ചത്തിൽ ആസ്വദിക്കുമ്പോൾ വർണ്ണങ്ങളുടെ ലോകത്തായിരുന്നു തനിക്ക് സ്ഥാനം. എന്നാൽ ഇപ്പോൾ മാറിടത്തിൻ്റെ ഒരു ഭാഗം ശൂന്യമായതോടെ എത്ര പെട്ടെന്നാണ് അയാൾക്ക് താൻ സൗന്ദര്യം തൊട്ടു തീണ്ടാത്ത വിരൂപയായി മാറിയത്. ഏട്ടാ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കോ? അത്രമേൽ ആഗ്രഹിച്ചായിരുന്നു ചോദിച്ചത്. പക്ഷേ അയാൾ വെറുപ്പോടെ ഒഴിഞ്ഞു മാറി. ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതിയല്ലോ എനിക്ക്. കുറേ കാലം അങ്ങനെ കിടന്നതല്ലേ, പെറാനോ കഴിയില്ല. ഇപ്പോൾ ഒറ്റ മുലശിയും ഒന്നിനും കൊള്ളാത്തൊരു പെൺകോലം. എല്ലാ കുറ്റവും കുറവും തൻ്റെ തലയിലേക്ക് ചേർത്ത് വെച്ച് ഒറ്റമുലച്ചി എന്ന പട്ടം ചാർത്തി വെറുപ്പോടെ മുഖം തിരിക്കുന്ന അയാളെ അന്നാദ്യമായി പുച്ഛത്തോടെ നോക്കി. ഏതൊരു മനുഷ്യനും ഏതൊരു നിമിഷത്തിലും സംഭവിക്കാവുന്ന ശരീരത്തിൻ്റെ പൊരുത്തക്കേടുകൾ അയാളെ അവഗണനയുടെ ആൾരൂപമാക്കി മാറ്റിയിരിക്കുന്നു. അന്ന് പോകുന്നു എന്ന് മാത്രം പറഞ്ഞ പടിയിറങ്ങുമ്പോൾ അവൾ കരഞ്ഞില്ല. അയാൾ തിരികെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ചുണ്ടിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ പടിയിറക്കം. സ്വന്തം വീട്ടിൽ കയറുമ്പോൾ ചേർത്ത് പിടിക്കാൻ അമ്മയുണ്ടായിരുന്നു. സാരമില്ല മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ അച്ഛനുണ്ടായിരുന്നു. ചോർന്നു പോകാത്ത സ്നേഹങ്ങളിൽ ചേർന്ന് നിൽക്കുമ്പോൾ ആശ്വാസം തോന്നി. അവൾ റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറി ഷവറിന് ചോട്ടിൽ ഒരുപാട് നേരം നിന്നു. ശരീരവും മനസ്സും തണുക്കുന്നതുവരെ. കുളി കഴിഞ്ഞ് തിരികെ റൂമിലെത്തി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ ശൂന്യമായ മാറിടം പൊത്തിപ്പിടിച്ചു. ഇതുകൊണ്ട് മാത്രം തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമോ? ഇല്ലെന്നുറച്ച് വിശ്വസിക്കാനായിരുന്നു അവൾക്കിഷ്ടം. മോളെ, അവൻ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് അമ്മയുടെ വിളി കേട്ട് പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഉണ്ടായിരുന്നു മുന്നിൽ. ആരാന്ന് ചോദിക്കാനാണ് തോന്നിയത്. പക്ഷെ മൗനം പാലിച്ചു. നീ കൂടെ വരണം. മറുത്തു ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരമാണോ മനസ്സാണോ വരേണ്ടത്? ആ ചോദ്യം അയാളെ ഒരു നിമിഷം തല താഴ്ത്തിച്ചു. ഞാൻ അന്നത്തെ മാനസികാവസ്ഥ കൊണ്ട് അയാൾ എവിടേക്കോ പൊതിഞ്ഞു വെച്ച ന്യായീകരണക്കെട്ട് അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? രാത്രി ഇരുണ്ട വെളിച്ചത്തിൽ ആവോളം ആസ്വദിച്ച ശരീരത്തിൻ്റെ മാറ്റു കുറഞ്ഞതോ? അതോ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങാൻ ആഗ്രഹിച്ച ഒരു പെണ്ണിൻ്റെ മാറിടം ശൂന്യമായപ്പോൾ അവിടെ നിങ്ങൾ ആഗ്രഹിച്ച സൗന്ദര്യം കാണാതിരുന്നതോ? നിങ്ങൾ ഒരുപാട് മാറി. നിങ്ങൾ ഒരിക്കലും ഞാനെന്ന ഭാര്യയുടെ മനസ്സ് ആഗ്രഹിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ ഒറ്റമുലച്ചി എന്ന വെറുപ്പോടെ വിളിക്കുമ്പോൾ വ്രണപ്പെടുന്ന പെണ്ണിൻ്റെ മനസ്സ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം മെനഞ്ഞെടുത്ത മാനസികാവസ്ഥയിലായിരുന്നില്ല എൻ്റെ മനസ്സ്. വ്രണപ്പെട്ട ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി വരണമായിരുന്നു. എന്നെ അറിയണമായിരുന്നു. ശരീരം മാത്രമാണ് പെണ്ണിൻ്റെ സൗന്ദര്യമെന്ന് ചിന്തിക്കുന്നിടങ്ങളിൽ ഒരു നല്ല പാതിയെ കാണാൻ കഴിയില്ല. അവിടെ രാത്രി ശരീരം വിൽക്കുന്ന പെണ്ണിൻ്റെ വില പോലും കിട്ടാത്ത വെറും ശരീരം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക്. നിങ്ങൾ ഇരുണ്ട വെളിച്ചത്ത് മാത്രം പെണ്ണിൻ്റെ ശരീര സൗന്ദര്യം കാണുകയും ആസ്വദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന വെറും. ബാക്കി മുഴുവിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾക്ക് വീർപ്പ് മുട്ടി. കിതപ്പോടെ അവൾ അയാളെ നോക്കുമ്പോൾ അയാൾ മൗനമായി പിൻവാങ്ങിയിരുന്നു. മറുത്തൊരു വാക്കിന് യോഗ്യതയില്ലാതെ. അവളിലെ പെണ്ണിനെയും പെണ്ണിൻ്റെ മനസ്സും ആ മനസ്സിൻ്റെ സൗന്ദര്യവും കാണാൻ കഴിയാത്ത അയാളുടെ പിൻവാങ്ങലായിരുന്നു അവളെ ശരിക്കും പെണ്ണാക്കി മാറ്റിയതും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പെണ്ണാക്കി. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്